അമേരിക്കയെ നേരിടാൻ ഇറാൻ ഇപ്പോൾ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയ റിപ്പോർട്ട് പുറത്തു വരുന്നു. US അർമാഡയെ നേരിടാനായി ഇറാന്റെ ബ്രഹ്മാസ്ത്രം തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പാഞ്ഞെത്തുന്ന ഡ്രോൺ കൂട്ടത്തിന് മുമ്പിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കടലിൽ ഇറാന്റെ ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് ഇറാന്റെ നിലവിലുള്ള മുന്നിലുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത്. എന്താണ് ഇറാൻ മുന്നോക്കി വെച്ചിരിക്കുന്ന അവരുടെ ബ്രഹ്മാസ്ത്രം? ഷാഹിദ് ബഗേരി. ഈ ഷാഹിദ് ബാഗേരി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇറാനിലെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരാണ്. പക്ഷെ അല്ല. ഈ ഷാഹിദ് ബഹേരി എന്ന് പറയുന്നത് ഇറാന്റെ ഒരു വമ്പൻ പടക്കപ്പലാണ്. അതായത് പ്രാജിൻ എന്ന പേരിലുള്ള 42,000 ടൺ കണ്ടെയ്നർ കപ്പലിനെ ഡ്രോൺ കാരിയർ ആക്കി മാറ്റി ഷാഹിൻ ബാഗേരി എന്ന പേരിട്ട് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് മുമ്പിലേക്ക് തൊടുത്തുവിട്ടിരിക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മധ്യപൂർവ്വദേശത്തേക്ക് കടന്ന US കപ്പൽപ്പടയെ നേരിടാനാണ് ഇറാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായിട്ടുള്ള ഷാഹിദ് ബാഗേരി നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായിട്ടുള്ള ഈ ഷാഹിദ് ബാഗേരി അവിടെ നിലയുറപ്പിച്ചു എന്ന് ഇറാന്റെ ഔദ്യോഗിക ചാനലായിട്ടുള്ള പ്രസ് TVയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോൺ കാരിയർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ അവർ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. കപ്പലിലെ ആളില്ലാ യുദ്ധവിമാനങ്ങൾ രാജ്യത്തിനെതിരായ ഏത് ആക്രമണവും നേരിടാൻ സജ്ജരായിരിക്കുകയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ആദ്യത്തെ നാവിക ഡ്രോൺ വാഹിനി കപ്പലാണ് ഈ ഷാഹിദ് ബാഗേരി. 2025 ഫെബ്രുവരി 6 ഇത് കമ്മീഷൻ ചെയ്തത്. 240 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള കപ്പലിൽ 180 മീറ്റർ റൺവേ ഉണ്ട്. ഡ്രോണുകൾക്ക് പറന്നുയരാൻ വിമാനവാഹിനി കപ്പലുകളിലേതിന് സമാനമായിട്ടുള്ള ജമ്പ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും കപ്പലിൽ സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. കപ്പലിൽ 60 ഡ്രോണുകളും 30 മിസൈൽ വിക്ഷേപണ കപ്പലുകളും വഹിക്കാനുള്ള ശേഷിയുണ്ട്. മുന്നിലും പിന്നിലുമായി 17 കിലോമീറ്റർ റേഞ്ചിലുള്ള 8 കൗസർ 222 മിസൈലുകൾ, ലോഞ്ചറുകളുടെ ഖാദർ നാസിർ പരമ്പരയിൽപ്പെട്ട ആന്റിഷിപ്പ് മിസൈലുകൾ എന്നിവയും ഡ്രോൺ കാരിയറുകളിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇറാൻ സൈന്യത്തിന്റെ ശക്തി ഡ്രോണുകളും മിസൈലുകളുമാണ്. ഏത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന ഡ്രോണുകളുടെ വിപുലമായ ശേഖരം ഇറാനുണ്ട്. വിമാനവാഹിനി കപ്പലുകൾ പോലുള്ളവയെ ലക്ഷ്യം വയ്ക്കാൻ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഡ്രോണുകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ അർമാഡ ഉയർത്തിയുള്ള US ഭീഷണിയെ ഒരു പരിധിവരെ നേരിടാൻ ഇറാന്റെ ഡ്രോൺ കാരിയർ വിന്യാസത്തിന് സാധിക്കുമെന്നതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. മാത്രമല്ല ഇറാന്റെ മിസൈലുകൾ കപ്പലുകളെ ലക്ഷ്യം വയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സഖ്യകക്ഷികളായിട്ടുള്ള സായുധ ഗറില്ല സംഘങ്ങൾക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും നൽകുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വളരെ കാലമായി പുറത്തു വന്നിട്ടുണ്ട്. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ തൊടുക്കുമ്പോൾ അവയിൽ ചിലതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നതിൽ തർക്കമില്ല. വില കുറഞ്ഞ ഡ്രോണുകളെ ഉപയോഗിച്ചുള്ള ഇറാന്റെ തന്ത്രം ഫലപ്രദമാണെന്ന് ഡ്രോൺ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഡ്രാഗൺ ഫ്ലൈയുടെ CEO കാമറൂൺ ഷെല്ലും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.